നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 17-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്രാ, നീ ഇസ്രായേൽ ഗൃഹത്തോട് ഒരു കടങ്കഥ പറഞ്ഞൊരു ഉപമ പ്രസ്താവിക്കേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബാനോനിൽ വന്നൊരു ദേവദാരുവിന്റെ ശിഖരമെടുത്ത് അവൻ അതിന്റെ ഇളം ചില്ലുകളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുചെന്ന് കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. അവൻ ദേശത്തിൽ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു. അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരി വൃക്ഷം പോലെ നട്ടു. അത് വളർന്ന് പൊക്കം കുറഞ്ഞു പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു. അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതുമായിരുന്നു. ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു. എന്നാൽ വലിയ ചിറകും വളരെ പപ്പുമുള്ള മറ്റൊരു വലിയ കഴുകനുണ്ടായിരുന്നു. അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തന്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കിലേക്ക് തിരിച്ചു, കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി. കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു. ഇത് സാധിക്കുമോ? അത് വാടിപ്പോകത്തക്കവണ്ണം അതിന്റെ തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിന്റെ വേരുകളെ മാന്തുകയും കായ പറിച്ചു കളയുകയും ചെയ്യുകയില്ലയോ? അതിനെ വേരോടെ പിഴുതു കളയേണ്ടതിന് വലിയ ബലമോ വളരെ ജനമോ ആവശ്യമില്ല. അത് നട്ടിരിക്കുന്നു, സത്യം. അത് തഴയ്ക്കുമോ? കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകുകയില്ലയോ? വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകുകയും എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നീ പറയുക. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, അതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗൃഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത്: ബാബേൽ രാജാവ് യെരൂശലേമിലേക്ക് വന്ന് അതിന്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി രാജസന്തതിയിൽ ഒരുത്തനെ അവൻ എടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്ന് അവന്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി. എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജ്ജനത്തെയും അയച്ചു തരേണം എന്ന് പറവാൻ ദൂതന്മാരെ മിസ്രയീമിലേക്ക് അയച്ചു. അവൻ കൃതാർത്ഥനാകുമോ? ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റി ഒഴിയുമോ? അല്ല, അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതിപ്പോകുമോ? എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിന്റെ സ്ഥലമായി ബാബേലിൽ അവന്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവനോട് ചെയ്ത സത്യം അവൻ ധിക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ. ബഹുജനത്തെ നശിപ്പിച്ച് കളവാൻ തക്കവണ്ണം അവർ വാടകൂരി കൊത്തളം പണിയുമ്പോൾ ഫറവോൻ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവനു വേണ്ടി യുദ്ധത്തിൽ ഒന്നും പ്രവർത്തിക്കുകയില്ല. അവൻ ഉടമ്പടി ലംഘിച്ച് സത്യം ധിക്കരിച്ചിരിക്കുന്നു. അവൻ കൈയടിച്ചും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നാണ് അവൻ ധിക്കരിച്ചിരിക്കുന്ന എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എന്റെ ഉടമ്പടിയും ഞാൻ അവന്റെ തലമേൽ വരുത്തും. ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും. അവൻ എന്റെ കെണിയിൽ അകപ്പെടും. ഞാൻ അവനെ ബാബേലിലേക്ക് കൊണ്ടുചെന്ന് അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ച് അവനോട് വ്യവഹരിക്കും. അവന്റെ ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠയോദ്ധാക്കളൊക്കെയും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും. ശേഷിപ്പുള്ളവരോ 4 ദിക്കിലേക്കും ചെതറിപ്പോകും. യഹോവയായ ഞാനത് അരുളി ചെയ്തു എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരം എടുത്ത് നടും. അതിന്റെ ഇളം ചില്ലുകളുടെ അറ്റത്ത് നിന്ന്
ഇളതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും. ഇസ്രായേലിന്റെ ഉന്നത പർവ്വതത്തിൽ ഞാനത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ളൊരു ദേവദാരുവായി തീരും. അതിന്റെ കീഴിൽ പലവിധം ചിറകുകളുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരിക്കുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാനത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. 17-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാന വാക്യം അവസാന വാക്യമാണ്. ഞാനത് ഒന്നുകൂടെ വായിക്കും. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരിക്കുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാനിത് പ്രസ്താവിച്ച് അനുഷ്ഠിച്ചിരിക്കുന്നു. ഇസ്രായേലിനോട് ഒരു ഉപമയിലൂടെ ഒരു സന്ദേശം അറിയിക്കുവാൻ യെഹെസ്കേലിനുണ്ടായ നിയോഗമാണ് 17-ാം അധ്യായം. ഒരു അമോര്യന് ഒരു ഹിത്യ സ്ത്രീയിൽ ഉണ്ടായ മകളെ പ്രസവ സമയത്ത് തന്നെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കണ്ടിട്ട് ഒരാൾ രക്ഷിച്ചതുപോലെയാണ് ഇസ്രായേലിന്റെ അവസ്ഥയെന്നായിരുന്നല്ലോ നാം 16-ാം അധ്യായത്തിൽ കണ്ടത്. ഇവിടെ 17-ാം അധ്യായത്തിൽ ഒരു കഴുകൻ ലെബാനോൻ വനത്തിൽ നിന്ന് ഒരു ദേവദാരു കമ്പ് ഒടിച്ചെടുത്ത് കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. അവനതിന് വെള്ളവും വളവും നൽകി വളർത്തി. അതൊരു മുന്തിരിയായി പടർന്നു പന്തലിച്ചു. മറ്റൊരു കഴുകൻ വന്ന് അതിന്റെ വേരുകൾ മാന്തിക്കളഞ്ഞു. അത് കായ്ക്കുമോ? ഉണങ്ങുകയല്ലേ ഉള്ളൂ. ഇതായിരുന്നു ഇസ്രായേലിനുള്ള ഉപമ. ദൈവം അതിന്റെ അർത്ഥവും വിവരിച്ചു. ബാബേൽ രാജാവ് വന്ന് യെരുശലേമിൽ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി രാജാവിനെയും ബലമുള്ളവരെയും പിടിച്ചുകൊണ്ടുപോയി. ബാബേൽ രാജാവിനോട് ദൈവനാമത്തിൽ ഇസ്രായേൽ സത്യം ചെയ്തിരുന്നു. ദുർബലനായ ഒരു രാജാവും ദുർബലരായ കുറെ മനുഷ്യരും ശേഷിച്ചു. അപ്പോൾ അവർ ബാബേൽ രാജാവിനോട് ചെയ്ത സത്യം നിമിത്തം കീഴ്പ്പെട്ടിരിക്കേണ്ടതിന് പകരം അവർ മിസ്രയീമ്യ രാജാവിനോട് സന്ധി ചെയ്തു. എന്നാൽ ബാബേൽ രാജാവ് വന്നവനെ ബന്ധിച്ച് കൊണ്ടുപോയി. ദൈവനാമത്തിലെ സത്യം ലംഘിച്ചതിനാൽ ദൈവത്തോടല്ലേ പാപം ചെയ്തത് എന്ന് ദൈവം ചോദിക്കുകയാണ്. പടയാളികൾ എല്ലാവരും ചെതറി ഓടാനിടയാകും. എന്നാൽ ദൈവം ദേവദാരുവിന്റെ ശിഖരം വെട്ടി എടുത്ത് നട്ട് വലുതാക്കി ഫലമുള്ളതാക്കും. ദൈവം ഉയരമുള്ളതിനെ താഴ്ത്തുകയും താണിരിക്കുന്നതിനെ ഉയർത്തുകയും പച്ചവൃക്ഷത്തെ ഉണക്കുകയും ഉണങ്ങിയ വൃക്ഷത്തെ പച്ചയാക്കുകയും ചെയ്യും എന്ന് ജനം അറിയും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നത് പാപനിമിത്തം ഞാൻ ഇസ്രായേലിനെ ശിക്ഷിക്കും, അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ എൻ്റെ കരുണ നിമിത്തം ഒരു കൊമ്പ് വെട്ടിയെടുത്ത് നട്ട് അതിന് വളവും വെള്ളവും നൽകി അതിനെ വളർത്തുന്നത് പോലെ ഞാൻ ഇസ്രായേലിനെ എന്നേക്കും നശിപ്പിക്കാതെ ഞാൻ അതിനെ ഒരു തൈയായിട്ട് വളർത്തും എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇസ്രായേല് മിസ്രയീമിന്റെ അടിമത്തത്തിൽ 400 വർഷം കഴിഞ്ഞു. അതിനുശേഷം പാപനിമിത്തം ബാബേലിന്റെ അടിമത്തത്തിൽ 70 വർഷം കഴിഞ്ഞു. അതിനുശേഷം അവര് ബാബേലിന്റെ കീഴിലും മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന്റെ കീഴിലും അതുപോലെ അലക്സാണ്ടറുടെ സാമ്രാജ്യത്തിന്റെ കീഴിലും അവസാനം റോമ സാമ്രാജ്യത്തിന്റെ കീഴിലും കഴിയേണ്ടതായി വന്നു. ഇപ്പോൾ അവര് ഇസ്രയേലിൽ മടങ്ങി വന്നിരിക്കുക. 1948 സംഭവിച്ചത്. ദൈവം അവരെ കാക്കുകയാണ്. അവരുടെ ചുറ്റും ശത്രുക്കളാണ്. പക്ഷേ ആ ശത്രുവിന്റെ ഭീഷണി ഒന്നും ഏശാതെ ദൈവം അവരെ കാക്കുന്നു. നോക്കുക, ബൈബിളിലെ പ്രവചനങ്ങൾ എത്ര സത്യസന്ധമാണ്. ദൈവവചനം അതെത്ര സത്യമാണ്. ആ തിരിച്ചറിവ് ഉണ്ടായി ദൈവവചനത്തെ ബഹുമാനിക്കാൻ ദൈവം ഏവരെയും ഇതിനാൽ സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.